ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് നാട്ടിൽ നിന്ന് പുതിയൊരു ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ കാട് ബ്രദറിൻ്റെ മോളൊക്കെ വെക്കേഷനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഈവനിങ് ആയപ്പോൾ. ഷാർജയിൽ പുതിയ പാൻ ഹോമിൻ്റെ വലിയൊരു ഷോറൂം വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടോ. അപ്പോൾ ഇതുവരെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടും നേഹയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിള്ളേരും ഒന്നുമില്ല കേട്ടോ. ഹംദാനും ഹാറൂനൊക്കെ വീട്ടിലാണ്. ഇക്ക ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത് തരാണ് കേട്ടോ ചെയ്തത്. ഞാനും ഹാസിമും മാത്രമേ ഉള്ളൂ, പിന്നെ നേഹയുണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വാങ്ങിക്കാനൊന്നുമില്ല, എന്നാലും ഇതൊക്കെ കണ്ട് നടക്കൽ തന്നെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. 2 ഫ്ലോറിലായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാൻ ഹോം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് വലിയ റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും നല്ല അടിപൊളി കളക്ഷനിൽ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് നടന്ന് കാണുമായിരുന്നു. ഫസ്റ്റ് ബെഡും ഡൈനിങ് ഏരിയയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ മെയിൻ സെക്ഷനിലേക്ക് ഞങ്ങൾ പോന്നു, പാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക്. അതാണല്ലോ നമ്മുടെ മെയിൻ ഏരിയ. പിന്നെ ഇവിടുത്തെ ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ. നമ്മളെ ഐക്യയിൽ കാണുന്നതിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി എല്ലാ സംഭവങ്ങളും. അങ്ങനെ താഴത്തെ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഒരു കിഡ്സിൻ്റെ കളിക്കുന്ന ഫുൾ ഏരിയ ഉണ്ട്. അപ്പോൾ അവർ കുട്ടികളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും കേട്ടോ. അപ്പോൾ അതും പറഞ്ഞിട്ട് പിള്ളേരെ അവിടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹാസിമിനെയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. പക്ഷേ ഹാസിമു ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ. അവൻ അവിടെ ഇരിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ ഇതേ അസ്ഥാനത്താക്കിയതേ പിള്ളേർ അങ്ങനെ തന്നെ ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ മോനുണ്ട്, അവൻ അവിടെ ഒന്ന് കളിച്ചു. ഹാസിമ ഞങ്ങളുടെ കൂടെ തന്നെ തിരിച്ചിറങ്ങിട്ടോ. അപ്പോൾ ഇത് വേറൊരു ഏരിയയാണ് കേട്ടോ. നമ്മളുടെ വില്ലകളിലൊക്കെ കാണുന്ന ഒരു ബാക്ക് യാർഡ് ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് ഇടാൻ പറ്റിയ ചെയറും കാര്യങ്ങളും എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിങ്ങനെ എല്ലാം നടന്ന് എൻജോയ് ചെയ്ത് കണ്ടു. സത്യം പറഞ്ഞാൽ ഹാസിമ ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ഏരിയയിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് അവർ മണ്ണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. മൂപ്പരത് കണ്ടോടുകൂടി ആകെ വയലൻ്റായി. പിന്നെ കാറൊക്കെ ആയിട്ട് അവിടെ പോരുന്നതായിട്ട് കളി. പിന്നെ ആ ഒരു ഏരിയ മൊത്തം മണ്ണും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ ആ വഴി നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. ഫുഡിൻ്റെ സെക്ഷനൊന്നും അത്ര ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിസ്സയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു 1 hour വെയിറ്റിംഗ് ആണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നമ്മളൊരു ചീസ് കേക്കും ഒരു കോഫിയൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് കുടിച്ചു. പിന്നെ മുകളിലൊക്കെ ഒന്നുകൂടി ഒന്ന് കറങ്ങി 2-3 സംഭവങ്ങളൊക്കെ അങ്ങനെ നല്ലതായിട്ട് തോന്നിയിട്ടാ. അപ്പോൾ അതൊക്കെ വാങ്ങി നേരെ താഴേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ അൽസഹിയ സിറ്റി സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പാൻ ഹോം. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മളിതേ സിറ്റി സെൻറ്ററിലേക്ക് വന്നു. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റെഡ് ടാഗിലൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടേക്കൊന്ന് കയറി. അപ്പോൾ പാൻ ഹോമിനെ അപേക്ഷിച്ച് എനിക്ക് അങ്ങനെ വലിയ കളക്ഷനോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സെൻറ്റർ പോയിൻറ്റിലൊക്കെ കയറി അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടന്നു. ഒരുപാട് പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളുടെ ഇഷ്ടത്തിന് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഹാസിമ അവിടെ നിന്ന് ഒരു ടോയ് കാർ എങ്ങനെയോ സൈഡിൽ നിന്ന് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വാങ്ങണമെന്നും പറഞ്ഞ് ആകെ ബഹളമായി. പിന്നെ അവിടെ പോയി ബില്ലൊക്കെ ചെയ്ത് നമ്മൾ നേരെ മുകളിൽ പോയി ഫുഡ് കഴിക്കുക ചെയ്തിട്ടാ. അപ്പോൾ ഡ്രസ്സുകളും കാര്യങ്ങളും വാങ്ങിയില്ലെങ്കിൽ തന്നെ പുതിയ മോഡലും കളക്ഷൻസും ഒക്കെ നമുക്ക് കാണാമല്ലോ. ഒന്നാമത് പെരുന്നാളും കാര്യങ്ങളൊക്കെയാണല്ലോ വരുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഹാസിമിനൊന്നും മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേരും 4 വഴിക്ക് ഓടിയിട്ട് ആളെ കണ്ടുപിടിച്ചു. പിന്നെ ട്രോളിയിലൊക്കെ ഇരുത്തി ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. പിള്ളേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേഹനോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അവളാണല്ലോ ഗസ്റ്റ്. പിസ്സയോ ചിക്കിങ്ങോ അൽബേക്കോ എല്ലാം ഇഷ്ടമാണ് ആൾ. അങ്ങനത്തെയൊക്കെ ഫുഡുകളാണല്ലോ ഇപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടം. അങ്ങനെ അവസാനം ചിക്കിങ്ങാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ആ ഷോപ്പിൽ മാത്രം അത്ര തിരക്കില്ല, ബാക്കി എല്ലായിടവും നല്ല റഷാണ് കേട്ടോ. അപ്പോൾ വാങ്ങിയ കാർ അപ്പം തന്നെ ഓപ്പൺ ആക്കി കളി തുടങ്ങിയിട്ടുണ്ട് ആൾ. ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോഴത്തേനും ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പിസ്സയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കിങ്ങിൽ പിസ്സയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ലോഡഡ് ഫ്രൈസും കൂടി പറഞ്ഞു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ സിറ്റി സെൻറ്ററിൻ്റെ പുറത്ത് തന്നെ നന്നായിട്ട് കുട്ടികൾക്ക് കളിക്കുന്ന വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഹാസിമ ആയതുകൊണ്ട് മണ്ണും വെള്ളവും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ വയലൻ്റ് ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയൊരു ഫൗണ്ടെയിൻ പോലെ ഉള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട്
അവൻ അവിടെ ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ടാക്സി വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഇതേ ആൾ അവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വേഗം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് 2-3 സെക്കൻഡേ അങ്ങനെ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊന്നും നോക്കില്ല, അതിലേക്ക് ചാടി അങ്ങോട്ടേക്ക് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളവിടെ കളിപ്പിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു ഏരിയയാണ് കേട്ടോ. അങ്ങനെ രാത്രി ഒരു 12 മണിയോടുകൂടി നമ്മൾ വീട്ടിലെത്തിയിട്ടോ. ഇതൊരു പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ലഞ്ച് ആക്കുകയാണ് കേട്ടോ. കുറച്ച് ബീഫ് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും പെപ്പറൊക്കെ ഇട്ടിട്ട്. പിന്നെ അതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ അത് വെള്ളമൊന്നും ഒഴിച്ചതല്ല, ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യണോ റോസ്റ്റ് ആക്കണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ അവസാനം അത് ഞാൻ നന്നായിട്ടൊന്ന് വരട്ടി റോസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടാ. പിന്നെ ഇക്കാടെ ബ്രദറിൻ്റെ വൈഫ് നാട്ടിൽ നിന്ന് ബീഫിൻ്റെ കറി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നോർമൽ ബസ്മതി റൈസ് ഓൾറെഡി വേവിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നുണ്ട്. അതും കറിയും ബീഫിൻ്റെ റോസ്റ്റും കൂടിയാണ് ഇക്കാക്ക് ഫുഡ് കൊടുത്തത്. അപ്പോൾ പിള്ളേർക്ക് തലേ ദിവസത്തെ ചെമ്മീൻ്റെ ബിരിയാണി അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നേഹക്ക് മാത്രം ഞാനൊരു പൊതിച്ചോറ് വാങ്ങിയിട്ടാണ്. അപ്പോൾ അതാണ് അവൾക്ക് കൊടുത്തത്. അവൾക്ക് അവിടെ നിന്ന് വന്നിട്ടാണെങ്കിലും ക്ലൈമറ്റ് മാറിയിട്ടാണോ എന്താണോന്ന് അറിയില്ല, ഫുഡും കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവണില്ല കേട്ടോ. ഒന്നിനോടും ഒരു താല്പര്യം കാണിക്കുന്നില്ല. ഫുഡൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ, ചിക്കനും ബീഫൊക്കെ തന്നെയല്ല എപ്പോഴും കഴിക്കണേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പൊതിച്ചോറ് വാങ്ങിയതാണ് കേട്ടോ. അതും അവൾ ഹാഫേ കഴിച്ചുള്ളൂ, ബാക്കി ഹാഫ് ഞാനാണ് കേട്ടോ കഴിച്ചത്. ഇക്ക ലഞ്ചിൻ്റെ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തേക്കല പതിവ്. ഇപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിച്ചേക്കണത്. അപ്പോൾ ഞാൻ വിളമ്പിയ ഫുഡിൽ നിന്ന് പകുതിയോളം അവൾ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി. പിള്ളേർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതേ മദ്രസയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല നാടൻ പഴം കിട്ടും കേട്ടോ. നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പഴം കിട്ടും. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ബീഫ് ഉണ്ടെങ്കിൽ ചില സമയത്ത് പഴംപൊരിയും ബീഫും കൂടി ഇക്കാടെ ഫേവറേറ്റ് ആണ്. ഇതേ ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക മാങ്ങ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇത്. ചക്കയൊക്കെ ഒന്ന് ഇതേ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, എങ്കിലും ഒരു പഴുപ്പും കൂടി ആവാനുണ്ടായിരുന്നു. എന്നാലും നല്ല മധുരമുണ്ട് കേട്ടോ. ഒട്ടും വേസ്റ്റ് ഇല്ല ഇതിൻ്റെ അകത്ത്. സത്യം പറഞ്ഞാൽ ഫുള്ള് ചുളയായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പീസ് അങ്ങനെ മാറ്റുകയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആർക്കൊക്കെ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഞാൻ ആർക്കും കൊടുത്തിട്ടുമില്ല കേട്ടോ. പിന്നെ ഇവള് വന്നുകൊണ്ട് തന്നെ ആരെയും കാണാനും ഒന്നും പിന്നെ പറ്റിയിട്ടില്ല, ബിസി ആയിപ്പോയി. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിടാനുള്ള സാധ്യത എല്ലാം ഞാൻ കാണുന്നുണ്ട്. ചക്ക പിന്നെ കട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ വന്നും പോയും കഴിക്കട്ടെ. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഹാസിം അടക്കം നന്നായിട്ട് തന്നെ കഴിക്കും. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റംബൂട്ടാനും മാങ്ങയൊക്കെയാണ് കേട്ടോ. റംബൂട്ടാനൊക്കെ കൊണ്ടുവന്ന ആ ഒരു സമയത്ത് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു കവറ് കൊണ്ടുവന്നത് അവൾ സത്യം പറഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ കൊണ്ടുവന്നത്. കാരണം വലിയൊരു ചക്ക തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ എയർപോർട്ടിൽ വെച്ചിട്ട് അത് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് റംബൂട്ടാനും പിന്നെ മാങ്ങയൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നത്. മാങ്ങ നന്നായിട്ട് പഴുത്താൽ നല്ല മധുരമുള്ളൂ. ഒരു 3/4 ഭാഗം പഴുത്തിട്ടും ഇതിന് നല്ല പുളിയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ് മാങ്ങയായിരുന്നു. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഞാനും ഹാസിമും നേഹയും ഇക്കായും കൂടി ഷാർജയിൽ വന്നതാണ് കേട്ടോ. ഷാർജയിൽ ഒരു പുതിയ ടൗൺ ഹൗസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പ്രൈവറ്റ് ഈവൻ്റ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കായുടെ കസിൻ അവിടെ റിയൽ എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവൻ പറഞ്ഞതനുസരിച്ച് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പുതിയ വില്ലയുടെ ഒരു ഏരിയയാണ് കേട്ടോ. അത് ഫുള്ള് ഗ്രീനറിയാണ് അവരുടെ കൺസെപ്റ്റ്. നാട്ടിലെ പോലെ ഹരിതാപവും പച്ചപ്പും ഉള്ള കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രീനറിയുള്ള ഏരിയയുടെ നടുക്കായിട്ട് കുറേ വില്ല പ്രൊജക്റ്റുകൾ. അങ്ങനെ നമ്മളൊരു 4 മണിയോടുകൂടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു ഏരിയയിലേക്ക് ചെന്നപ്പോൾ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നാട്ടിൽ ചെന്നിട്ടുള്ള ആ ഒരു അവസ്ഥ, ഒരു മൂന്നാറൊക്കെ പോലെ ഫീൽ ചെയ്തിട്ട് അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയ ആയിരുന്നു. ചെന്നപ്പോഴത്തേനും നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ ആ ഒരു ഏരിയയിൽ. അങ്ങനെ നമ്മളവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയയിലേക്ക് ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ട്. അവിടെ അത്യാവശ്യം വലിയൊരു പൂള് പോലത്തെ ഉള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മണ്ണും വെള്ളവും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് കേട്ടോ. ആദ്യം ഒന്നും നോക്കാതെ രണ്ടാമതൊന്നും ആലോചിക്കാതെന്ന് പറയില്ലേ, അങ്ങനെ മൂപ്പർ അതിലേക്ക് എടുത്ത് ചാടും. അപ്പോൾ അതേപോലെ തന്നെ അവിടെ സംഭവിക്കുകയും ചെയ്തു. ചെന്നപ്പോൾ തന്നെ കണ്ടത് ഇങ്ങനത്തെ ഒരു ഏരിയ ആണ്.
അവിടെ നിന്ന് ആളെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇക്ക വണ്ടി പാർക്ക് ചെയ്യാൻ പോയേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി അകത്തേക്ക് പോയിട്ടാണ് കേട്ടോ. അവിടെയാണ് എക്സിബിഷനും കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു കണക്കിന് ആളെ പിടിച്ച് വലിച്ചതേ കൊണ്ടുവന്നപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കനാൽ പോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ഭംഗിക്ക് വെച്ചേക്കണതാണല്ലോ. മൂപ്പരൊന്നും ആലോചിച്ചില്ല, കണ്ട പാടത് ഒരൊറ്റ ചാട്ടം. ഒന്നേന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആളങ്ങോട്ട് ചാടിക്കഴിഞ്ഞിട്ടോ. പിന്നെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പാമ്പേഴ്സ് മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന് പറയില്ലേ. പിന്നെ ഞാൻ അവനെ നോക്കിയിട്ട് അവിടെ നിന്നു. ഇക്കായും കസിനെന്ന് പറഞ്ഞില്ലേ, അവർ രണ്ടുപേരും കൂടി അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എക്സിബിഷൻ്റെ അകത്തേക്ക് പോയിട്ട്, അവൻ ഇവിടെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. അവൻ്റെ ക്ലയൻറ്റാണെന്നും പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നേക്കണത് കേട്ടോ. ഹാസിമിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൻ അത് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് അവൻ അതിൻ്റെ അകത്ത് കിടന്ന് അർമാദിക്കുകയാണെന്ന് പറയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റി വന്നിട്ട് ഭയങ്കര ഹൈ ക്ലോറിനേറ്റഡ് വാട്ടറാണ്, നിങ്ങളെന്താ നോക്കിയിരിക്കുന്നതെന്നുള്ള മട്ടിലാണ് കേട്ടോ നമ്മളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവരും പഠിച്ച പണി 18 നോക്കിയിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ അവരതിൽ നിന്ന് അവനെ തൂക്കിയെടുത്ത് എൻ്റെ കയ്യിലേക്ക് വന്നു. അവൻ അതേപോലെ എൻ്റെ കയ്യിൽ നിന്ന് ഓടി അടുത്ത ഏരിയയിലേക്കുള്ള വെള്ളത്തിൽ പോയി ഇതേ പിന്നെയും രണ്ടാമത് ചാടിയിട്ടുണ്ട്. പിന്നെയും അവിടെ സംഗതി വഷളായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കാനെ വിളിച്ചു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഈ ഒരു നനഞ്ഞ മനുഷ്യനായിട്ട് ഞങ്ങളിത് വില്ല കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓരോ വില്ലയിലേക്കും പോകുമ്പോൾ അത്യാവശ്യം നല്ലോണം ഗ്രീനറി ആയിട്ടുള്ള ഏരിയയിൽ കൂടെ ആയിട്ട് നമ്മളിങ്ങനെ നടന്നു പോകണം. നല്ല രസമാണ് ആ ഒരു വഴി കൂടെ നടക്കാനായിട്ട്. ശനിയും ഞായറും ആയിട്ടാണ് കേട്ടോ ഇവർ ഒരു പ്രൈവറ്റ് ഇവൻറ്റ് കണ്ടക്ട് ചെയ്തേക്കണം. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ക്ലയൻറ്റ്സ് ഈ ഒരു പ്രോപ്പർട്ടി കാണാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കണേ. 206 ഏക്കറിലായിട്ടാണ് കേട്ടോ ഈ വില്ലാസ് കിടക്കുന്നത്. കുറച്ച് വില്ലാസും കൂടുതൽ ഗ്രീനറി, അതാണ് അവർ പറയുന്നത്. മോർ പ്രൈവസി, മോർ നേച്ചർ, മോർ ഗ്രീനറി എന്നാണ് കേട്ടോ അവർ പറയുന്നത്. അതേപോലെ ഇത് 4 BHK + 1 മെയ്ഡ് റൂം ആയിട്ടുള്ളൊരു വില്ലയായിരുന്നു. ക്ലോസ്ഡ് കിച്ചണായിട്ട് 3200 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 വർഷം കൊണ്ട് നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്താൽ മതി. ഇവർ ഹാൻഡ് ഓവർ ചെയ്യുന്നത് 2027 ആണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് കയറി വരുമ്പോൾ കാണുന്ന ഒരു സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളാണ്. ഇതൊരു ബെഡ്റൂമിൽ നിന്ന് പൂളിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് താഴെയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ കിച്ചൺ, ഇത് മുകളിലേക്കുള്ള ഏരിയ, ഇത് ലോണ്ട്രി റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നമുക്കൊരു യൂറോപ്യൻ സ്റ്റൈലായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത്. 2 BHK + 1 മെയ്ഡ് റൂം, 3 BHK + 1 മെയ്ഡ് റൂം എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. പക്ഷേ 2 BHK എല്ലാം സോൾഡ് ഔട്ടായി എന്നാണ് പറയുന്നത്. താഴെ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. മുകളിലാണ് ബാക്കിയുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ. അതേപോലെ താഴത്തെ ഡൈനിങ് ഏരിയ പോലെ മുകളിലും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു മുകളിലും. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് സ്വിമ്മിംഗ് പൂളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസമനയും കൊണ്ട് വന്നാലുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് ഇക്ക ആദ്യം വന്ന് കണ്ടു പോയിട്ടാണ്. അതിന് ശേഷമാണ് ഞാൻ വന്നത്. അത്രയും നേരം ഞാൻ ഹാസിമായിട്ട് അവിടുത്തെ കാട്ടിലും പറമ്പിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. നമ്മളീ നിൽക്കുന്നതാണ് മസാർ 1 കേട്ടോ. ഇത് 436 ഏക്കറിലാണ്, 50,000 മരങ്ങൾ, 37% മരങ്ങളാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ വരാൻ പോകുന്നത് 70,000 മരങ്ങളുള്ള കുറച്ച് വില്ലാസമുള്ള കൂടുതൽ ഗ്രീനറി ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ സ്വന്തമായിട്ട് ദുബായിൽ ഒരു സ്പേസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ അതേപോലെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും 35% 3.5 വർഷം കൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് തീർത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ തോന്നിയത്. അങ്ങനെ നമ്മൾ ടൗൺ ഹൗസും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയ പാടെ അവിടെ ഒരു പൂച്ചനെ കിട്ടി. ഹാസിമ അതിൻ്റെ പുറകെ കുറേ നേരം മോഡലും കളിക്കലൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ കളിക്കുന്ന ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. നേരെ വെള്ളത്തിൽ മുങ്ങിയ ആൾ മണ്ണിൽ പോയി പിന്നെയും മുങ്ങി. പിന്നെ മണ്ണും വെള്ളവും ആയിട്ട് മൂപ്പരെ വേഗം എങ്ങനെയൊക്കെയോ വണ്ടിയിൽ നമ്മൾ പിടിച്ച് കയറ്റിയതേ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. ആസിമ വണ്ടി കയറിയ പാടൻ എൻ്റെ മേത്ത് കിടന്നുറങ്ങിയിട്ട് അവൻ്റെ മേത്തുള്ള എല്ലാ വെള്ളവും എൻ്റെ മേത്തേക്കായിട്ടുണ്ട്. ആളത്രയും പണിയെടുത്തതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ വാസലിൻ്റെ ഒരു ഈവനിങ് വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര ഭംഗിയാണ് ഈവനിങ്ങിൽ വാസലിൻ്റെ ആ ഒരു കളറ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.
ദുബായിൽ സ്വന്തമായിട്ട് ഒരു വീട് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.